ജപ്പാനിലെ ഓക്കിനാവ എന്ന ദ്വീപിലെ ജനങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ 100 വയസ്സിനപ്പുറവും ജീവിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മാന്ത്രിക ചെപ്പാണ് ഇക്കിഗായി എന്ന പുസ്തകം. ഇക്കിഗായി എന്ന ജാപ്പനീസ് വാക്കിൻ്റെ മലയാളം അർത്ഥം നിലനിൽപ്പിനുള്ള കാരണം അല്ലെങ്കിൽ ജീവിക്കാനുള്ള കാരണം. ഇക്കി മീൻസ് ജീവിതം അല്ലെങ്കിൽ ജീവിക്കാൻ, ഗൈ മീൻസ് കാരണം. ജീവിക്കാൻ ഒരു കാരണം. എല്ലാ ദിവസവും ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ അതാണ് ഇക്കിഗായി. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രേരണയാകുന്നത് എന്തോ അതാണ് ഇക്കിഗായി. ഈ ജീവിക്കാനുള്ള പ്രേരണ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യങ്ങൾക്കൊന്നും ആകണമെന്ന് നിർബന്ധമില്ല. അതായത് കൂടുതൽ പണം ഉണ്ടാക്കുക, പ്രശസ്തി, വലിയ കരിയർ, ഇതിനൊക്കെ അപ്പുറം കുട്ടികളെ വളർത്തുക, പാചകം ചെയ്യുക, അതുപോലെ ഒരു കല അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക, കൃഷിപ്പണി ചെയ്യുക, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഇക്കിഗായി ആകാം. ഇനിയും ഈ ഇക്കിഗായി ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിലോ, ജീവിക്കാൻ ഒരർത്ഥമില്ല, ജീവിതത്തിനൊരു പ്രേരണയില്ലാത്ത ഒരവസ്ഥയാണെങ്കിലാണ് നമുക്ക് ഈ വിഷാദം, ഉത്കണ്ഠ, ആസക്തി മുതലായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒക്കിനാവയിലെ ജനങ്ങൾ സന്തോഷത്തോടെ ദീർഘായുസോടുകൂടിയിരിക്കാൻ അവർക്ക് ചില ശീലങ്ങളുണ്ട്, ചില ചിട്ടകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 80% വയറ് നിറയാനുള്ള ആഹാരം മാത്രമേ അവർ കഴിക്കാറുള്ളൂ. അത് ആസ്വദിച്ച് കഴിക്കുന്നു. അവരുടെ മെറ്റബോളിസം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റുന്നു. അനാവശ്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവരെപ്പോഴും ബോഡി മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യുന്നതാണ് അവർക്കിഷ്ടം. നമ്മുടെ നാട്ടിലെ വിശ്രമ ജീവിതം, റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതൊന്നും ഒക്കിനാവയിലെ ജനങ്ങളുടെ നിഘണ്ടുവിലേ ഇല്ല. ഇനി മൂന്നാമത്തെ അവരുടെ സന്തോഷത്തിൻ്റെ കാരണം, ഇവരെപ്പോഴും സൗഹൃദം ഇഷ്ടപ്പെടുന്നവരാണ്, ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണ്. എന്ത് തുറന്നു പറയാനും ചർച്ച ചെയ്യാനും ഒന്ന് ചിരിക്കാനും ചിന്തിക്കാനും എല്ലാം ഒരു സൗഹൃദ കൂട്ടം അവരോടൊപ്പം ഉണ്ടായിരിക്കും. നാലാമത്തെ കാര്യം ഉറക്കമാണ്. ശാന്തതയുള്ള മനസ്സോടുകൂടി കൃത്യമായ സ്ലീപ്പ് സൈക്കിൾ ഉണ്ട് അവർക്ക്. ഇതെല്ലാം തന്നെ ഇവരുടെ ലൈഫ് സ്പാൻ കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇക്കിഗായി എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ജോലി ചെയ്ത ബാങ്കിലെ ഒരു കസ്റ്റമറെ പറ്റിയാണ്. നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അടുത്ത കമ്പോളത്തിൽ ഉന്തുവണ്ടിയിൽ വലിയ അരിച്ചാക്കും മറ്റും വെച്ച് കെട്ടി ഓരോ സ്ഥലത്ത് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ അക്കൗണ്ട് നമ്പർ എഴുതിയ ഒരു സിഗരറ്റ് കവറിൻ്റെ പേപ്പറും വിയർപ്പിൻ്റെ നനവുള്ള കുറച്ച് നോട്ട് കെട്ടുകളും അത് അവിടെയുള്ള സ്റ്റാഫിൻ്റെ മേശപ്പുറത്തേക്ക് വെക്കും. അവരത് എണ്ണി കൃത്യമായി തിട്ടപ്പെടുത്തി അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിൻ്റെ റെസിറ്റ് കൊടുക്കും. അധികം ആരോടും ഇദ്ദേഹം സംസാരിക്കാറില്ല. അങ്ങനെ ഷർട്ട് പോലും ഇടാതെ കമ്പോളത്തിലെ ജോലിയുടെ ഇടയ്ക്ക് കിട്ടുന്ന ആ ഒരു ഇടവേള സമയത്ത് കയറി വരുന്നതാണ്. വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി ആ കയറി വരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അത് ക്രയവിക്രയം ചെയ്യുന്നവൻ്റെ മുഖത്തുള്ള ആ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം. തൊട്ടടുത്ത് നിൽക്കുന്നവർ ആരൊക്കെയാണെന്നോ എന്താണെന്നോ ഒന്നുമേ അദ്ദേഹം നോക്കാറില്ല. ആ കൂസലില്ലായ്മ, ആ ആറ്റിറ്റ്യൂഡ്, ആ ഒരു റോയൽ ഭാവം, അതിനാണ് ഞാൻ 100-ൽ 100 മാർക്കും കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം ഞങ്ങളോട് മനസ്സ് തുറക്കാറുണ്ട്. അദ്ദേഹം പറയും, ഇങ്ങനെ ഞാൻ കുറച്ച് പൈസ സ്വരൂപിച്ചു കൊണ്ടിട്ടാലല്ലേ എനിക്കൊരാവശ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ വിഷമിക്കാതിരിക്കത്തുള്ളൂ. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ആവശ്യം വരുമ്പോൾ ഇദ്ദേഹം സഹായിക്കാറുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വൈകിട്ട് ചെന്ന് കിടക്കുമ്പോൾ എനിക്കൊരു ക്ഷീണമൊക്കെ തോന്നും, പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉഷാറാണ്. എന്നാൽ എന്താണ് ആ ഉഷാറിൻ്റെ രഹസ്യം? അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരെയും ആശ്രയിക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്ന കാലം അദ്ദേഹത്തിന് പണം ഉണ്ടാക്കണം, സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനാണ്, ആ ഒരു തീരുമാനമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇക്കിഗായി. നമ്മുടെ ഓരോരുത്തരുടെയും ഇക്കിഗായി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പുറത്തെങ്ങും അന്വേഷിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിൻ്റെ മറുപടി. 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. അതായത് എനിക്ക് ഏറ്റവും പാഷനുള്ള കാര്യം എന്താണ്? ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? രണ്ടാമത്തേത്, എനിക്ക് ഏറ്റവും ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? ഇനി മൂന്നാമത്തെ കാര്യം, ഇതുകൊണ്ട് എനിക്ക് നന്നായി ജീവിക്കാനുള്ള സമ്പാദ്യം കിട്ടുമോ? നാലാമത്, എനിക്ക് ലോകത്തിന് എന്ത് നന്മയാണ് കൊടുക്കാൻ പറ്റുക? ഈ 4 ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഇക്കിഗായി. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്കില്ലിനനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച് ഉള്ള തൊഴിലായിരിക്കണമെന്നില്ല കിട്ടുന്നത്. കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന ജോലി ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ബാങ്കിങ് ഫീൽഡിലായിരുന്നു. അത് എനിക്കൊരു പാഷൻ ആയിരുന്നില്ല. പക്ഷേ അതിന് 100% ആത്മാർത്ഥതയോടെ ചെയ്ത് വിജയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പാഷൻ ഇതല്ല എന്ന്. കാരണം ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഊർജം പകരുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അവരുടെ ആധിവ്യാധികൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നീട് ഞാൻ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ അക്വയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം ഞാനൊരു കൗൺസിലറായി, മെൻറ്ററായി, ഒരു ലൈഫ് കോച്ചായി, ഒരു മോട്ടിവേറ്ററായി ഒക്കെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. കാരണം എനിക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനവും കിട്ടുന്നുണ്ട്.
പിന്നെ ഇത് ലോകത്തിന് കൊടുക്കുന്ന നന്മ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എഫേർട്ട് കൊണ്ട് ഒരാളിനെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ, അവരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരികയാണെങ്കിൽ, അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഈ ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന എളിയ സംഭാവനയായിരിക്കും. എൻ്റെ ഇക്കിഗായി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇക്കിഗായി എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.